എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷനാണ് NCA നോട്ടിഫിക്കേഷൻ അല്ലേ. LPSTയുടെ NCA നോട്ടിഫിക്കേഷനാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ജൂലൈ 31 ആയിരിക്കും LPയുടെ NCA നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം തന്നെ PSC പുറത്തിറക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കമ്മീഷൻ തീരുമാനത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് പട്ടികജാതി പട്ടികവർഗം അതുപോലെ തന്നെ ധീവര വിഭാഗത്തിൽപ്പെട്ടവർക്കായിട്ടാണ് ഈ ഒരു NCA നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത്. അതായത് ഇതിനു മുൻപ് നടന്ന LPST UPST പരീക്ഷയ്ക്ക് ശേഷം ഒരു NCA നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന, അതായത് മെയിൻ ആയിട്ട് നടക്കുന്ന LPST UPSTക്ക് ശേഷം വരുന്ന NCA വിജ്ഞാപനമാണ്. അപ്പോൾ വളരെയധികം ഒരുപാട് പേര് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവര് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വിളിച്ചത് 2020 വിളിച്ചത്. അപ്പോൾ 313/2020 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ മുതൽ 318 വരെയുള്ള കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പട്ടികജാതി വിഭാഗത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് ഒഴിവുകൾ ഉണ്ടായിരുന്നത്. പട്ടികവർഗം തിരുവനന്തപുരത്തും തൃശ്ശൂരും, അതുപോലെ തന്നെ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ കാസർഗോഡ്, അതുപോലെ തന്നെ SIUC നാടാറ് തൃശ്ശൂർ, ധീവര തിരുവനന്തപുരം, ഹിന്ദു നാടാറ് കൊല്ലം, തൃശ്ശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇത്രയും ജില്ലകളിലേക്ക് ഇങ്ങനെയാണ് വന്നത്. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗം അതുപോലെ തന്നെ ധീവര ഈ വിഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നോട്ടിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് ജൂലൈ 31 സെപ്റ്റംബർ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള തീയതി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ കേട്ടറ്റൊക്കെ ക്ലിയർ ചെയ്തിരിക്കുന്നവരാണ് എങ്കിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ LPST കാര്യമായിട്ട് എഴുതാൻ പറ്റിയില്ല, തയ്യാറെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളവരൊക്കെ ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വലിയ അവസരമാണ്. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേക്കൻസി ആണോ റിപ്പോർട്ട് ചെയ്തത് അത് ഒരുമിച്ചാണ് എന്ത് പോകുന്നത്, അഡ്വൈസും അപ്പോയിൻമെന്റ് ലെറ്ററും ഒക്കെ ഒരുമിച്ചാണ് പോകുന്നത്. കാരണം ഇവിടെ ടേൺ വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം 39 വേക്കൻസിയാണ് പട്ടികജാതി വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴേക്കും വേക്കൻസിയുടെ എണ്ണം കൂടി. നല്ലൊരു ശതമാനം ആൾക്കാർ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ലിസ്റ്റിൽ നിന്നും കയറുകയും ചെയ്തു. അപ്പോൾ നല്ല അവസരമാണ്. കാരണം ഇവിടെ ഈ വേക്കൻസി ഓൾറെഡി അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ ഇനി പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല അവിടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല അവസരമാണ്. പട്ടികജാതി പട്ടികവർഗം അതുപോലെ തന്നെ ധീവര വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ NCA നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക. കണ്ടോ, തിരുവനന്തപുരം ജില്ലയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പട്ടികജാതി ഉണ്ട്, പട്ടികവർഗമുണ്ട്, അതുപോലെ തന്നെ ധീവരയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പട്ടികജാതി തിരുവനന്തപുരം 39ഉം 22ഉം അതുപോലെ തന്നെ 8ഉമാണ് വന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ LPST ഒക്കെ എഴുതി കുറച്ചൊക്കെ നോക്കി എവിടേക്കോ എത്തി നിൽക്കുന്നവരാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠനം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ പുതിയ ബാച്ചുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8589083568 ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ, തിരുവനന്തപുരത്ത് തന്നെ താമസിക്കണമെന്ന ഒരു നിർബന്ധമില്ല. ഏത് ജില്ലയിലുള്ളവർക്കും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ നല്ല പോലെ പ്രിപ്പയർ ചെയ്യാൻ വേണം. അതിനായിട്ട് പുതിയ ബാച്ചുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല തയ്യാറെടുപ്പുകൾ ഉഷാറായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്